മരണത്തെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് നീന്തിക്കേറിയ ഒരു മനുഷ്യനുണ്ട്, ഒരു ആലപ്പുഴക്കാരൻ. തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ ഗ്രാമീണർക്കായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പിലായിരുന്നു അദ്ദേഹം. തീവ്രവാദികൾ ഗ്രാമത്തിലെ ഒരു മരംവെട്ടുകാരന്റെ വീട്ടിൽ കയറിയിട്ടുണ്ടെന്നും അവരെ കീഴ്പ്പെടുത്തണമെന്നുമുള്ള ഉത്തരവ് അദ്ദേഹത്തിന് തന്റെ മേലുദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചു. ഉടൻ ക്യാമ്പ് അവസാനിപ്പിച്ച് അദ്ദേഹം പുറപ്പെട്ടു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാലിലെത്തി. പാറകൾ നിറഞ്ഞ പ്രദേശത്ത് ഏറെ ഉയരത്തിലുള്ള 3 നില വീടായിരുന്നു അവരുടെ ലക്ഷ്യം. അടുത്തു മറ്റ് ചില വീടുകളുമുണ്ട്. അതീവ ദുഷ്കരമായ ദൗത്യം. പക്ഷെ പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല. സൈനികർ സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു. പോയിന്റ് വീട് വളഞ്ഞ സൈന്യം ഉടൻ തീവ്രവാദികളോട് കീഴടങ്ങാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ വീട്ടിനുള്ളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. കീഴടങ്ങിയില്ലെങ്കിൽ തങ്ങൾ ആക്രമിക്കുമെന്ന് ഒരു വട്ടം കൂടി മുന്നറിയിപ്പ് നൽകിയതോടെ വീട്ടുകാർ പുറത്തേക്ക് ഓടി. തീവ്രവാദികളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാതിരുന്നതോടെ സൈന്യം അടുത്ത നീക്കത്തിലേക്ക് കടന്നു. ചെറിയൊരു മോർട്ടാർ ആക്രമണം, അതിലൂടെ വീടിന്റെ ഒരു ഭാഗത്തേക്ക് തീയിട്ടു. എന്നാൽ തീവ്രവാദികളിൽ നിന്നും അപ്പോഴും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇതോടെ തീവ്രവാദികളെ ജീവനോടെ പിടിക്കാനുള്ള തീരുമാനം അവർ മാറ്റി. സ്ഫോടനത്തിലൂടെ വീട് തകർത്ത് തീവ്രവാദികളെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു തീരുമാനം. അതിനായി വീടിനുള്ളിൽ സ്ഫോടന വസ്തുക്കൾ സ്ഥാപിക്കണം. അകത്ത് കയറി ആര് ഈ ദൗത്യം നിർവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ മറികടന്ന് മാത്രമേ വെടിയുണ്ട നിങ്ങളിലേക്ക് എത്തൂ എന്ന് തനിക്കൊപ്പമുള്ള സൈനികരോട് എപ്പോഴും പറയുന്ന ആ ധീരൻ തന്നെ അത് ഏറ്റെടുത്തു. 10 കിലോഗ്രാമോളം IEDയുമായി അദ്ദേഹം വീടിനകത്തേക്ക് കയറി. തനിക്ക് നേരെ ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ ധീര സൈനികൻ നിർഭയനായി വീടിനകത്തേക്ക് കയറിയത്. അകത്തെത്തിയ അദ്ദേഹം IED വെച്ച് തിരികെ പോകുമ്പോഴാണ് വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞെത്തിയത്. ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ തട്ടിത്തെറിച്ചു. അടുത്തത് അദ്ദേഹത്തിന്റെ മൂക്കാണ് തകർത്തത്. താടിയെല്ല് തകർത്തുകൊണ്ട് മറ്റൊരു വെടിയുണ്ടയും എത്തി. മാംസം ചിതറി, രക്തം തെറിച്ചു. ധീര സൈനികന്റെ മുഖം തകർന്നു. ആക്രമണത്തിന്റെ ശബ്ദം കേട്ട് മറ്റു സൈനികർ അകത്തേക്ക് എത്തുന്നത് അവർക്ക് ആപത്താണെന്ന് മനസ്സിലാക്കി വേദന കടിച്ചു പിടിച്ചുകൊണ്ട് തീവ്രവാദികൾക്ക് നേരെ തോക്കെടുത്ത ധീരൻ. തുടർന്ന് സൈനികർക്ക് സമീപത്തേക്ക് ഇഴഞ്ഞാണ് അദ്ദേഹം നീങ്ങിയത്. ദൂരെ നിന്ന് തന്നെ അത് കണ്ട സൈനികർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി അദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി. ത്രാലിൽ നിന്നും 30 കിലോമീറ്റർ ദൂരം താണ്ടിയാണ് അദ്ദേഹവുമായി ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിലെത്തി. പരിശോധിച്ച ഡോക്ടർ പോലും പറഞ്ഞത് ഒരു വട്ടം പോലും കാണാൻ കഴിയാത്തത്ര ഭീകരമാണ് അദ്ദേഹത്തിന്റെ പരിക്കേറ്റ മുഖമെന്നാണ്. തന്റെ പരിക്ക് കണ്ട് ഞെട്ടി നിന്ന ഡോക്ടർമാർക്ക് നേരെ കൈ ഉയർത്തി തംസപ്പ് ചിഹ്നം കാണിച്ച് ഞാൻ തിരിച്ചു വരുമെന്ന് കാണിച്ചുകൊണ്ട് അവരെ വീണ്ടും ഞെട്ടിച്ച സൈനികർ. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിനെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായി 23ഓളം സർജറികളാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നടത്തിയത്. രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി തന്റെ മുഖം അക്ഷരാർത്ഥത്തിൽ ബലി കൊടുത്ത പോരാളി. തീവ്രവാദികളുടെ ആക്രമണത്തിൽ മുഖം തകർന്ന അദ്ദേഹം തന്റെ മനക്കരുത്തിൽ ഊന്നി ജീവിതം തിരികെ പിടിക്കുകയായിരുന്നു. മുഴുവൻ സമയവും മാസ്ക് ധരിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം. ഒരർത്ഥത്തിൽ രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒരു അടയാളമാണ് ആ മാസ്ക്. തീവ്രവാദികളുടെ വെടിയുണ്ടകൾക്ക് ആ ഒരു പോരാളിയെ തകർക്കാനോ തളർക്കാനോ കഴിഞ്ഞിട്ടില്ല. പരിക്കുകൾ ഭേദമായി ഉടൻ തന്നെ സൈനിക ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുകയായിരുന്നു. ഉരുൾപൊട്ടൽ മുറിപ്പെടുത്തിയ വയനാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സൈന്യമെത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. രാജ്യം ഹീറോ ആയി കാണുന്നുവെങ്കിലും തനിക്ക് അത്തരത്തിലൊരു പ്രത്യേകതയും ഇല്ല എന്നും തങ്ങൾ ചെയ്യുന്നത് ഡെയിലി ഡ്യൂട്ടികൾ മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. തീവ്രവാദിയുള്ള വീട്ടിലേക്ക് സ്ഫോടന വസ്തുക്കളുമായി കയറുമ്പോൾ സ്വന്തം ജീവനെ കുറിച്ച് ഓർത്തില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് എന്റെ രാജ്യമാണ് എനിക്ക് പ്രധാനമെന്നായിരുന്നു. പരിക്കേറ്റ മുഖം മാസ്ക് ചെയ്തതിനുള്ള മറുപടിയായി നമ്മൾ നമ്മളുടെ കുറവുകൾ മറച്ചുവെക്കുകയും കഴിവുകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്യണമെന്നും ആ ജോലിയാണ് എന്റെ മാസ്ക് ചെയ്യുന്നതുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ആ ധീരനെ ഇന്ത്യയുടെ മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ചത് ദ മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നായിരുന്നു. യെസ്, ദ വൺ ആൻഡ് ഓൺലി ലെജൻഡ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. ആ പേര് പറയുമ്പോൾ പോലും അഭിമാനം തോന്നുന്നുണ്ട്. ഭയമില്ലാത്ത മനുഷ്യൻ, സ്വന്തം രാജ്യത്തിന് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇത്രയും ത്യാഗം സഹിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ഓരോ ശ്വാസത്തിലും ഓർത്തെത്തി. അദ്ദേഹത്തോടൊപ്പം ആ ഒരു ദൗത്യത്തിൽ പങ്കെടുത്ത സൈനികരെയും ഓർത്തുകൊണ്ട് മാസ്ക് വെച്ച് വയനാട് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്.